എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ഒരു പുതിയ വണ്ടി ഡെലിവറി എടുത്തിട്ടായിരുന്നു. അപ്പം അതേത് വണ്ടി നിങ്ങൾക്ക് ബസ്സിൻ്റെ അപ്പുറത്ത് കാണാൻ പറ്റുന്നുണ്ട്, ചില ആൾക്കാർക്ക് മനസ്സിലായി കാണും. അപ്പം നമുക്ക് എന്തായാലും സസ്പെൻസ് പൊട്ടിക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ഫാമിലിയിലേക്ക് വന്ന അടുത്ത മെമ്പറാണ് നമ്മുടെ പുതിയ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റാണ് ഗൈസ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ റെഡ് കളർ സ്വിഫ്റ്റാണ്, അതും ZXi പ്ലസ് ടോപ്പ് എൻഡ് വേരിയൻ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കണ്ടാൽ മനസ്സിലാവും വിചാരിക്കുന്നു. നമുക്കെന്തായാലും ഇവൻ്റെ അകത്ത് കുറച്ച് ആക്സസറീസ് ഫിക്സ് ചെയ്യാനുണ്ട്. നമുക്ക് സ്റ്റോക്കാണ് വണ്ടി. നമുക്കൊരു ബമ്പർ ലിപ്പും സൈഡ് സ്കർട്ടിങ്ങും ബാക്കിലൊരു സ്പോയിലർ, അങ്ങനത്തെ കുറേ ആക്സസറീസ് വെക്കാം. ഷോറൂമിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ പോകണം അങ്ങോട്ട്, എന്നിട്ട് നമുക്ക് ഫിക്സ് ചെയ്തിട്ട് കാണാം ഗൈസ്. നമ്മൾ എടുത്തിരിക്കുന്ന വണ്ടി എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കാണ് ഗൈസ്. നമുക്കപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടി എന്തായാലും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വണ്ടി പുഷ് സ്റ്റാർട്ട് ഇഗ്നീഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക് ഡ്രൈവിലേക്ക് ഇട്ട് നമുക്ക് പോവാം. വണ്ടിക്ക് ഭയങ്കര പവറാട്ടോ ഗൈസ്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, ബട്ട് നമ്മളുടെ സ്വിഫ്റ്റിൻ്റെ പവർ റെഡ്യൂസ് ആയിട്ടുണ്ടായിരുന്നു. 4 സിലിണ്ടറിൽ നിന്ന് 3 സിലിണ്ടറിലേക്കാണല്ലോ. അപ്പോൾ നിങ്ങൾ അറിഞ്ഞാണ് സ്വിഫ്റ്റ് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളമായി. 2024 ഇറങ്ങിയതാണ് സ്വിഫ്റ്റ്. അപ്പം നമുക്ക് എന്തായാലും ഓടിക്കാം ഗൈസ്. നല്ല രസമാണ് വണ്ടി ഓടിക്കാൻ. എന്തായാലും നല്ല പവർ കയറുന്നുണ്ട്. ഇപ്പോൾ 100 കിലോമീറ്റർ 123 ഒക്കെ കയറുന്നുണ്ട് ഗൈസ്. അതുപോലെ തന്നെ ബ്രേക്കിംഗ് പെർഫോമൻസും അടിപൊളിയാണ്. അത്യാവശ്യം ഫാസ്റ്റ് തന്നെ ബ്രേക്ക് ആകുന്നുണ്ട്. ഇതിൻ്റെ മുമ്പത്തെ സ്വിഫ്റ്റ് ഞാൻ ഓടിച്ച സമയത്ത് ഇത്ര ബ്രേക്കിംഗ് പെർഫോമൻസ് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും നേരെ ഷോറൂമിലോട്ട് പോകാം. ഇവിടുന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ഉണ്ട് ഷോറൂമിലേക്ക് കിട്ടും ഗൈസ്. നമുക്കെന്തായാലും നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ് ഗൈസ്. നിങ്ങളുടെ വണ്ടി ഈ സ്വിഫ്റ്റ് ഇറങ്ങിയതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ ഗൈസ്, വണ്ടി അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ട് തന്നെ. ബ്രേക്കിംഗ് പെർഫോമൻസും അടിപൊളിയാണ്. പോസ്റ്റിനും തട്ടേണ്ടതായിരുന്നു, തട്ടിയിട്ടില്ല. ഇപ്പോൾ വഴി മാറിപ്പോയതാണ് ഞാൻ ബ്രേക്ക് പിടിച്ചത്. ഇങ്ങോട്ടായിരുന്നു പോകേണ്ടത്. ഓക്കെ, അപ്പം തട്ടിയാന് പോവാണ് ഗൈസ്. 100 കിലോമീറ്റർ സ്പീഡൊക്കെ കയറിയിട്ടുണ്ട് നമ്മൾ. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് സെറ്റ് സീരീസ് എഞ്ചിനാണ്. ഒപ്പം മൈലേജും ഏകദേശം 20ൻ്റെ മുകളിൽ കിട്ടുന്നത്. നമുക്കൊരു 120 ലിറ്റർ പെട്രോൾ ഇതിനകത്ത് കിടപ്പുണ്ട് ഗൈസ്. ഇവിടെ എവിടെ ആയിരുന്നല്ലേ ഷോറൂം? നോക്കട്ടെ. യെസ് ഗൈസ്, ഇതാ ഇവിടെയാണ് നമ്മളുടെ ഷോറൂം. ഇവിടെ കൊണ്ടുവരാനാണ് പറഞ്ഞത്. ഫിഷ് മാർക്കറ്റ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് ചിലപ്പോൾ ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് തരുമായിരിക്കും, നമുക്ക് കാണാം. ഗൈസ്, നമ്മൾ കുറച്ച് നേരത്തിന് ശേഷം നമ്മുടെ ആക്സസറീസ് ഒക്കെ ഫിക്സ് ആയിട്ട് കിട്ടി. അപ്പോൾ ഗൈസ്, നമുക്കൊരു അറ്റത്തുനിന്ന് ഞങ്ങൾ തുടങ്ങാം. എന്തൊക്കെയാണ് ഫിക്സ് ചെയ്തെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഒരു ഫ്രണ്ട് ലിപ്പ്, ഒരു പിയാനോ ബ്ലാക്ക് കളറിലൊരു ഫ്രണ്ട് ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഗ്രില്ല് ഗ്ലോസിയിലാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഈ ടയറിൻ്റെ മുകളിലായിട്ട് ഒരു സ്കർട്ടിങ് പോലെ ഒരു ബ്ലാക്ക് കളർ ചെയ്തിട്ടുണ്ട്. ഒരു ക്ലാഡിങ് പോലെയാണ് ഗൈസ്. അതിൻ്റെ മുകളിൽ കൂടെ ഒരു വൈറ്റ് സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോറിൻ്റെ ഡോർ ഗാർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ക്രോം എലമെൻ്റാണ് ഒക്കെ വരുന്നത്. പിന്നെ ഈ ഡോറിൻ്റെ താഴെ കൂടെ വണ്ടി ഫുള്ള് കവറാകുന്ന രീതിയിൽ ഒരു ക്രോം എലമെൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സുസുക്കി ലോഗോൻ്റെ സ്വിഫ്റ്റിൻ്റെ മുകളിൽ ഒരു ചെറിയ ക്രോം ലൈൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നമ്മളൊരു ഡിഫ്യൂസർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ക്രോം എലമെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിൽ ഒരു സ്പോയിലർ ആഡ് ചെയ്തിട്ടുണ്ട്. അതും പിയാനോ ബ്ലാക്ക് കളറിൽ തന്നെയാണ് വരുന്നത്. അതിൻ്റെ മുകളിൽ കൂടെ ഒരു സിൽവർ കളറ് ഒരു ക്രോം എലമെൻ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡിലായിട്ട് നമുക്ക് ഈ ഒരു റെയിൻ ഗാർഡ് ഡോറിൻ്റെ മുകളിലുള്ള അത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇൻറ്റീരിയറിലോട്ട് പോവാം. ഇൻറ്റീരിയറിൽ അങ്ങനെ പ്രത്യേകിച്ച് നമ്മളൊന്നും ആഡ് ചെയ്തിട്ടില്ല ഗൈസ്, പ്ലെയിൻ ഇൻറ്റീരിയറാണ്. ഡോറിൽ കൂടെ ഒരു ക്രോം എലമെൻറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല.
അത് നമ്മൾ വാങ്ങിയ സമയത്തെ ആഡ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരുന്നു ഗൈസ്. അപ്പം ഇനി നമുക്ക് എന്തായാലും തിരിച്ച് പോവാം. നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആക്സസറീസൊക്കെ ഫിക്സ് ചെയ്തപ്പോഴേ വണ്ടിയുടെ ലുക്ക് ആകെ അങ്ങ് മാറിപ്പോയി. വേറെ ലെവൽ ലുക്കാണ്. സ്വിഫ്റ്റിൻ്റെ മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ പവറും ലുക്കുമാണ്. പവർ അല്പം കുറഞ്ഞിട്ടുണ്ട്, ബട്ട് ലുക്ക് എപ്പോഴും ഒരു വെറൈറ്റി ആയിരിക്കും ഗൈസ്. ഒരിക്കലും നമ്മൾ ഡിസപ്പോയിൻറ്റിങ് ആക്കാത്തൊരു ലുക്കാണ് ഗൈസ് എപ്പോഴും സുസുക്കി കൊടുക്കുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് ഗൈസ്. അയ്യോ തട്ടല്ലേ ഇതുപോലെ സൈഡ് കയറി പോകണം. അപ്പം റോങ് റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാറ്റാൻ ഗൈസ്, പോലീസ് സീനാണ്. നല്ല ഫൈനൊക്കെ ഉണ്ട് ഗൈസ് ഇപ്പോൾ റോങ് റൂട്ടിലൊക്കെ പോയാൽ. നമുക്കെന്തായാലും ഇതിൻ്റെ സ്റ്റോപ്പ് ചെക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അത്യാവശ്യം തിരക്കുണ്ട് ഇപ്പോൾ. അപ്പം എന്തായാലും 160 വരെയൊക്കെ പോകുന്നുണ്ട്. 200 കയറുമോ നോക്കിയാൽ നമുക്ക്. ഓക്കെ 200 കയറിയിട്ടുണ്ട്. ബ്രേക്ക് ഗൈസ് പൊളി ഗൈസ്, ബ്രേക്കിങ്ങും പെർഫോമൻസും ഒക്കെ അടിപൊളി. 200 കിലോമീറ്റർ സ്പീഡൊക്കെ കയറിയിട്ടുണ്ട് വണ്ടി. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ പോകുന്നു. ബൈ. ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ വഴി മാറി.